पुरुषाय विद्महे सुवर्णपक्षाय धीमहि तन्नो गरुडः प्रचोदयात्. തിരുമൂലദേവൻ്റെ തിരുമന്ത്രം 8ാം തന്ത്രത്തിലെ പുതിയൊരു പാഠലിലേക്ക് നമുക്ക് പ്രവേശിക്കാം. അഭിമാനം ഉമിയായി മായയായി തവിടുമായി അരിയാം ജീവൻ ആത്മാവാം ചൂടാൽ കർമ്മമുളയെ ജനിപ്പിക്കും. നിന്നെ നിൻ പാശത്തിനെ ചെവോടത്ത ശേഷം തണ്ടുലമാക്കി ചെയ്യും ശിവനും മടിച്ചിടാതെ. ശിവൻ നിന്നെ ആകെ പരിവർത്തനത്തിന് വിധേയമാക്കും എന്നാണ് പറയുന്നത്. നീ ഇപ്പോൾ എന്താണ്? അഭിമാനം ഉമിയായി മായ തവിടുമായി അരിയാം ജീവൻ ആത്മാവാം ചൂടാൽ കർമ്മമുളയെ ജനിപ്പിക്കും. ആത്മാവ് അതിൻ്റെ ചൂടാൽ കർമ്മമുളയെ ജനിപ്പിക്കും, കർമ്മത്തെ ജനിപ്പിക്കും. അതായത് മനുഷ്യജന്മം ഉടലെടുക്കും. അവൻ്റെ പ്രാരബ്ധ കർമ്മത്തിനനുസരിച്ചിട്ട് അവൻ ജന്മമെടുക്കും. അപ്പോൾ ആത്മാവിൻ്റെ ചൂടാൽ കർമ്മമുളയെ ജനിപ്പിക്കും. ഈ വിത്ത് മുളയായി തീരും. അങ്ങനെ മുളയായി ജനിക്കുമ്പോൾ എന്താണ് സംഭവിക്കുന്നത്? സത്യത്തിൽ ഇത് അരിയാണ് മുളയായി ജനിക്കുന്നത്. അരിയെ മൂടിക്കൊണ്ട് എന്തുണ്ട്? അഭിമാനം ഉമിയായി മായ തവിടുമായി അരിയാം ജീവൻ മൂടപ്പെട്ടിരിക്കുന്നു. അപ്പോൾ ജീവനാകുന്ന അരിയെ എന്ത് സംഭവിച്ചിരിക്കുന്നു? തവിടും ഉമിയും മൂടിയിരിക്കുന്നു. സാധാരണ നമ്മൾ നെല്ല് കുത്തി അരിയാക്കിയാണ് ഉപയോഗിക്കുക. അപ്പോൾ അതിൻ്റെ ഉമിയെ വേർപെടുത്തും, തവിടിനെ വേർപെടുത്തും. ഈ അലങ്കാര കൽപ്പനയിലൂടെയാണ് മനുഷ്യജീവനെ കുറിച്ചിട്ട് തിരുമൂലദേവൻ പറയുന്നത്. നാം ശരിക്കും അരിയാകുന്ന ആത്മാവാണ്. പക്ഷേ ഈ ആത്മാവിനെ എന്തു മൂടിയിരിക്കുന്നു? അഭിമാനം ഉമിയായി. അഭിമാനം, ഞാനെന്ന ഭാവം ആകുന്ന അഹംഭാവം ഉമിയായിട്ട് ഈ അരിയെ മൂടിയിരിക്കുന്നു. അതിനു മുമ്പ് മായ തവിടായി അരിയെ മൂടിയിരിക്കുന്നു. അപ്പോൾ മായയും അഹംഭാവവുമാണ് നമ്മെ മൂടുന്ന പ്രധാനപ്പെട്ട മായാവിലാസങ്ങൾ. ഈ മായകൾ രണ്ടും അകറ്റിക്കളഞ്ഞാൽ, അതായത് ഉമിയെയും തവിടിനെയും മാറ്റിയാൽ അരി സാക്ഷാൽ ആത്മാവായി പ്രകാശിക്കും എന്നാണ് തിരുമൂലദേവൻ പറയുന്നത്. വളരെ മനോഹരമായ ഒരു അലങ്കാര കൽപ്പനയാണ്. അരിയാണ് സത്യത്തിൽ, സത്യമായ അരി ആണ് ആത്മാവായി ശോഭിക്കുന്നത്. അതിനെ മായയാകുന്ന തവിടാദ്യം മൂടി, പിന്നെ അത് കഴിഞ്ഞ് അതിൻ്റെ പുറം ഉമി. ആ ഉമി എന്താണ്? അഭിമാനം, ഞാനെന്ന ഭാവം, അഹംഭാവം. അപ്പോൾ ഏറ്റവും വലിയ ദൂഷ്യങ്ങൾ രണ്ടാണ്. അതായത് ആത്മാവിനെ മറച്ചിരിക്കുന്ന 2 ആവരണങ്ങളാണ് അഹംഭാവവും അതേപോലെ തന്നെ മായയും. ഈ മായയും അഹംഭാവവും മാറ്റണം. അങ്ങനെ മാറ്റിയാൽ ആത്മാവാകുന്ന അരി എപ്പോഴും എല്ലായ്പ്പോഴും പ്രകാശിച്ചു കൊണ്ടേയിരിക്കും. അതിനെ പിന്നെ കുറച്ചുകൂടി അത് വിശദീകരിക്കുന്നുണ്ട് തിരുമൂലദേവൻ. നിന്നെ നിൻ പാശത്തിനെ ചോടത്ത ശേഷം തണ്ടുലമാക്കി ചെയ്യും ശിവനും മടിച്ചിടാതെ. നീ ആകെ മാലിന്യങ്ങൾ കൊണ്ട് നിറഞ്ഞവനാണ്, മുമ്മലങ്ങൾ കൊണ്ട് നിറഞ്ഞവനാണ്. ആണവം, കർമ്മം, മായ, ഈ 3 മലങ്ങൾ കൊണ്ട് നിറഞ്ഞവനാണ് അല്ലയോ മനുഷ്യ നീ. നിൻ്റെ പാശത്തിനെ, നിൻ്റെ ആവരണത്തെ വെട്ടിമാറ്റി തണ്ടുലമാക്കി ചെയ്യും ശിവൻ. ശിവൻ നിൻ്റെ പുറമേയുള്ള ഉമിയും
എടുത്തു മാറ്റും. അതേപോലെ തന്നെ തവിടും എടുത്തു മാറ്റി നിന്നെ ശുദ്ധമായ അരിയാക്കി, ശുദ്ധമായ ആത്മാവാക്കി, ശുദ്ധമായ ശിവനാക്കി, ശുദ്ധശിവമാക്കി മാറ്റും. അശുദ്ധ ശിവത്തെ ശുദ്ധശിവമാക്കി മാറ്റുന്ന പ്രക്രിയ നടത്തുന്നത് ഗുരുവധീശനായ ശംഭുവാണ്. ഇതാണ് ഇവിടെ തിരുമൂലദേവൻ പറയുന്നത്. അപ്പോൾ ശിവൻ നിന്റെ യഥാർത്ഥ സത്തയായ ആ അരി, തണ്ടുലം, ഉമിയും തവിടും മാറ്റിയ തണ്ടുലമാക്കി ആ യഥാർത്ഥ അരിയായി ആത്മാവായി പ്രശോഭിപ്പിക്കും. അപ്പോൾ ശിവൻ ചെയ്യുന്ന കടമ എന്താണ്? നിൻ്റെ മേലുള്ള ഈ ആവരണങ്ങളെ, അതായത് കർമ്മം, മായ, ആണവം, കർമ്മം, മായ, ഈ 3 മലങ്ങളെയും ഇല്ലാതാക്കുന്നു. അങ്ങനെ പാശത്തെ ഇല്ലാതാക്കുന്നു. കണ്ടോ, നിൻ പാശത്തിനെ അറുത്ത് നിൻ്റെ മേലുള്ള എല്ലാ ബന്ധനങ്ങളെയും ഇല്ലാതാക്കി, അതായത് ഉമിയെയും തവിടിനെയും മാറ്റി ശുദ്ധമായ അരിയാക്കി ആത്മാവാക്കി നിന്നെ പരിവർത്തനപ്പെടുത്തും. അതായത് നിന്നെ ശിവനാക്കി മാറ്റും. ഇതാണ് തിരുമൂലദേവൻ ഇവിടെ നമ്മളോട് പറയുന്നത്. ഇത് തന്നെയാണ് ഉപനിഷത്ത് വാക്യം. അയം ആത്മാ ബ്രഹ്മ, ഞാൻ ബ്രഹ്മമാണ് എന്നുള്ള സങ്കല്പമാണ്. ആത്മാവായ ബ്രഹ്മമാണ്. മഹാവാക്യങ്ങളിലൊന്നാണ് അയം ആത്മാ ബ്രഹ്മ, ഞാൻ ബ്രഹ്മം തന്നെയാണ്. പക്ഷേ ഈ ആവരണം മാറിയാൽ മാത്രമേ ഈ ബ്രഹ്മത്തിൻ്റെ പ്രകാശം ഉണ്ടാകുകയുള്ളൂ. അതുകൊണ്ട് പ്രകാശം, ആത്മാവിൻ്റെ പ്രകാശം മൂടപ്പെട്ട് കിടക്കുകയാണ്. ആ മൂടപ്പെട്ട് കിടക്കുന്ന ആവരണത്തെ മാറ്റിയാൽ ആത്മാവാകുന്ന സൂര്യൻ പ്രകാശിച്ചു കൊണ്ടേയിരിക്കും. ഇതാണ് അയമാത്മാ ബ്രഹ്മ എന്ന മഹാവാക്യ തത്വത്തിൻ്റെ പൊരുൾ. ആ പൊരുൾ തന്നെയാണ് ഇവിടെ തിരുമൂലദേവൻ വ്യക്തമാക്കുന്നത്. ഇത് ശൈവ സിദ്ധാന്തവുമായിട്ട് അഭേദ്യമായി ബന്ധപ്പെട്ടിട്ടുണ്ട്. നമുക്ക് അത് നോക്കാം. ശൈവ സിദ്ധാന്തത്തെപ്പറ്റി ഒരുപാട് തവണ പറഞ്ഞിട്ടുള്ളതാണ്. നോക്കൂ, ജീവന്മാർക്ക് ശിവൻ ആകുന്ന പരമാത്മാവുമായി ഐക്യം നേടുകയാണ് അന്തിമ ലക്ഷ്യം. ജനിമൃതി ചക്രങ്ങളിൽ നിന്നും മോചനം നേടുന്ന ജീവാത്മാവ് ശിവലോകത്തിലെത്തി ശിവൻ്റെ ചേവടികളിൽ ചേർന്നിരിക്കുന്നു. ശിവനെക്കുറിച്ചുള്ള ബോധമാണ് യഥാർത്ഥ ജ്ഞാനം. ഈ ജ്ഞാനം നേടാൻ തടസ്സമായിരിക്കുന്നത് കർമ്മം, മായ, അഹങ്കാരം എന്നിവയാണ്. ഇവയെ 3 മലങ്ങൾ, 3 അഴുക്കുകൾ എന്ന് പറയുന്നു. മുമ്മലങ്ങൾ എന്ന് പറയുന്നത് ഇതാണ്. അതായത് ആണവം, കർമ്മം, മായ. മനുഷ്യൻ്റെ മനസ്സിൽ നിന്നും ഈ 3 മലങ്ങളെയും മാറ്റി മനസ്സിനെ നിർമ്മലമാക്കണം. കർമ്മം പൂർവജന്മത്തിലെ പാപങ്ങളുടെ ഫലമാണ്. മായയാണ് ശിവബോധത്തിൽ തടസ്സമായിരിക്കുന്നത്. മായയെ സൃഷ്ടിക്കുന്നതും അവയെ നീക്കുന്നതും ശിവനാണ്. സജ്ജന സംസർഗം കൊണ്ടും അതേപോലെ ക്ഷേത്ര ദർശനം കൊണ്ടും പ്രാർത്ഥന കൊണ്ടും നമ്മുടെ മനസ്സ് പരിപക്വമാകുമ്പോൾ ശിവൻ തന്നെ മായയാകുന്ന ഇരുട്ടിനെ നീക്കി നമുക്ക് യഥാർത്ഥ ജ്ഞാനം നൽകുന്നു. ജീവാത്മാവിൻ്റെ ശിവനുമായുള്ള ഐക്യമാണ് പരമമായ ആനന്ദം. ശിവൻ കനിഞ്ഞാൽ മാത്രമേ ഈ നിലയിലേക്ക് എത്തിപ്പെടാൻ സാധിക്കുകയുള്ളൂ. ജീവൻ മുക്തി നേടിയ യഥാർത്ഥ ശിവഭക്തൻ്റെ ആത്മാവ് ശിവലോകത്തിൽ ചെന്ന് ശിവനടിയാർമയായി നിന്ന് ശിവൻ്റെ ചേവടികൾക്ക് കീഴെ നിത്യാനന്ദത്തിൽ കഴിയുന്നു. അപ്പോൾ ശിവനോടൊത്ത് ശിവലോകത്ത് എത്തിച്ചേരാൻ ആര് സഹായിക്കുന്നു? ശിവൻ തന്നെയാണ് നമ്മെ സഹായിക്കുന്നത്. അതായത് ജീവാത്മാവിൻ്റെ പുറമേ മൂടിയിരിക്കുന്ന ഈ 3 ആവരണങ്ങൾ, ആണവം, കർമ്മം, മായ, ഈ 3 മലങ്ങളെയും മാറ്റണം. അതിന് 3 ഉപാധികളാണ് പറയുന്നത്. സജ്ജന സംസർഗം, ക്ഷേത്ര ദർശനം, പ്രാർത്ഥന. ശൈവസിദ്ധാന്തത്തിൽ വളരെ പ്രധാനപ്പെട്ടതാണ് സംസർഗം, സത്സംഗം എന്ന് പറയുന്നത്. സത്സംഗം,
ഇത് ശരിക്കും പറഞ്ഞാൽ ഒരു സത്സംഗമാണ്. അതായത് തിരുമന്ത്രം കേൾക്കുക എന്നുള്ളത് തന്നെ ഒരു സത്സംഗമാണ്. അതിനെക്കുറിച്ച് മനനം ചെയ്യുക എന്നുള്ളതും സത്സംഗമാണ്. മനന നിധ്യാസനങ്ങളിലൂടെ നമ്മുടെ മനസ്സിലെ 3 മലങ്ങളെയും ഇല്ലാതാക്കാൻ കഴിയും. ഈ മനന നിധ്യാസങ്ങൾ ശിവബോധത്തിൽ അടിയുറച്ചതാണ്. ശിവാവബോധം മനസ്സിൽ നിറയുമ്പോൾ ഈ 3 മലങ്ങളും ഇല്ലാതായിത്തീരും. അപ്പോൾ തിരുമന്ത്ര യജ്ഞം എന്തിനു വേണ്ടിയാണ് നമ്മൾ നടത്തുന്നത്, അല്ലെങ്കിൽ തിരുമന്ത്ര ക്ലാസ്സുകൾ എന്തിനു വേണ്ടിയാണ് കേൾക്കുന്നത്? നമ്മുടെ 3 മലങ്ങളെയും, നമ്മുടെ മനസ്സിൽ അടിഞ്ഞു കൂടിയിരിക്കുന്ന ആണവം, കർമ്മം, മായ എന്നീ 3 മലങ്ങളെയും ഈ സത്സംഗം കൊണ്ട് തന്നെ മാറ്റാൻ കഴിയും. അത് കേൾക്കുകയും മനനനിധ്യാസനങ്ങളിലൂടെ ജീവാത്മാവിനെ പവിത്രമാക്കുകയും ചെയ്യുമ്പോൾ നമ്മുടെ മനസ്സിൻ്റെ മാലിന്യങ്ങൾ പൂർണ്ണമായും മാറിക്കിട്ടുമ്പോൾ നമ്മൾ തന്നെ ശിവനായി മാറും. അതാണ് ഇതിൻ്റെ പ്രത്യേകത. 9ാം തന്ത്രം, ഇത് 8ാം തന്ത്രമാണ് ഇപ്പം നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അത് 9ാം തന്ത്രത്തിൽ എത്തുമ്പോൾ അത് മകുടാഗമത്തിൻ്റെ സമ്മറിയായി മാറുന്നു. മകുടാഗമം എന്ന് വെച്ചാൽ ടോപ്പ് നോളജാണ്. ആ ടോപ്പ് നോളജിൽ എത്തിക്കഴിഞ്ഞാൽ നമ്മൾ ആരാകുന്നു? മനുഷ്യനല്ല, ശിവനാകുന്നു. ഈശ്വരീയമായ അംശങ്ങൾ നമ്മുടെ മനസ്സിൽ നിറയും, ഈശ്വരത്വം നിറയും. അതായത് മനുഷ്യൻ ഈശ്വരനായി മാറും. അതാണ് 9ാം തന്ത്രത്തിൽ നാം കാണുന്നത്. മകുടാഗമത്തിൻ്റെ പൊരുളാണ് ഈ തിരുമന്ത്രത്തിലെ 9ാം തന്ത്രം. ആ ടോപ്പ് നോളജിൽ എത്തിക്കഴിഞ്ഞാൽ പിന്നെ നമ്മൾ ശിവൻ തന്നെയാണ്. ശിവൻ്റെ അനുഗ്രഹവിശേഷങ്ങൾ നമ്മിൽ നിറഞ്ഞ് കവിഞ്ഞൊഴുകും. മാത്രമല്ല ശിവാനുഭൂതിയിൽ നാം ലയിച്ചു ചേരുകയും മരണസമയത്ത് ശിവലോകത്തിലേക്ക് എത്തിച്ചേരുകയും ചെയ്യും. ശിവദൂതന്മാർ വന്ന് നമ്മെ ശിവലോകത്തിലേക്ക് കൂട്ടിക്കൊണ്ടു പോകുകയും ശിവൻ്റെ പാദകമലങ്ങളിൽ നമ്മളെ ലയിപ്പിക്കുകയും ചെയ്യും. ഇതാണ് തിരുമന്ത്രത്തിൻ്റെ ഫലശ്രുതി. 9ാം തന്ത്രത്തിൽ എത്തുമ്പോൾ നമുക്ക് ഈ അനുഭൂതി ഉണ്ടാകണം. ഉണ്ടായില്ലെങ്കിൽ ഇതുകൊണ്ട് പ്രയോജനവുമില്ല. അപ്പോൾ മകുടാഗമം എന്ന് പറയുന്ന 9ാം തന്ത്രത്തിൽ, തിരുമന്ത്രത്തിലെ 9ാം തന്ത്രത്തിലെത്തുമ്പോൾ ഒരു സാധാരണ മനുഷ്യൻ്റെ മനസ്സിലുള്ള മാലിന്യങ്ങൾ മുഴുവനും കഴുകിക്കളയപ്പെടുകയും ഈ 3 മലങ്ങൾ, ആണവം, കർമ്മം, മായ, 3 മലങ്ങൾ മാറ്റപ്പെടുകയും അയാളുടെ ആത്മശിവൻ തെളിഞ്ഞ് തെളിഞ്ഞ് പ്രകാശിക്കുകയും അയാൾ തന്നെ ശിവനായി മാറുകയും ശിവോഹം എന്ന അവസ്ഥയിൽ എത്തിച്ചേരുകയും ചെയ്യും. അതിനുശേഷം മരണം സംഭവിക്കുകയാണെങ്കിൽ ആ മരണം ശരിക്കും ശിവലോകപ്രാപ്തിയാണ്. ശിവൻ്റെ സമീപത്ത്, ശിവൻ്റെ കാലിണകളിൽ അഭയം പ്രാപിക്കാനുള്ള അനുഗ്രഹം ശിവൻ നൽകുകയും നമ്മെ ശിവലോകത്തിലേക്ക് കൂട്ടിക്കൊണ്ട് പോകുകയും ചെയ്യും. ഇതാണ് തിരുമന്ത്രത്തിൻ്റെ ഫലശ്രുതി. ഇതാണ് ഈ മന്ത്രത്തിൽ പറയുന്നത്. ഞാൻ ഒന്നുകൂടെ വായിക്കാം. അഭിമാനം ഉമിയായി, മായ തവിടുമായി, അരിയാം ജീവൻ ആത്മാവാം ചൂടാൽ കർമ്മമുളയെ ജനിപ്പിക്കും. നിന്നെ നിൻ പാശത്തിനെ ചോടറുത്ത ശേഷം തണ്ടുലമാക്കി ചെയ്യും ശിവനും മടിച്ചിടാതെ. ശിവൻ ഒരു മടിയും കൂടാതെ, ശിവൻ അങ്ങേറ്റം കാരുണ്യവാനാണ്. കാരുണ്യം നിറഞ്ഞ ശിവൻ നിന്നെ വന്ന് നിൻ്റെ മാലിന്യങ്ങളെ ഇല്ലാതാക്കി നിന്നെ തണ്ടുലമാക്കി. തണ്ടുലം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഉമിയും തവിടും കളഞ്ഞ ധാന്യം, അതിൻ്റെ പുറം ചട്ടകൾ ഉപേക്ഷിച്ച ധാന്യത്തെയാണ് തണ്ടുലം എന്ന് പറയുന്നത്. അതായത് ഉമിയും തവിടും മാറ്റിയ അരി, അതിനെയാണ് തണ്ടുലം എന്ന് പറയുന്നത്. ആ വിത്ത് ആക്കി മാറ്റും. അപ്പോൾ നിൻ്റെ മാലിന്യങ്ങളെ മുഴുവനും കഴുകിക്കളയാൻ ആരുണ്ട് വരും? ശിവൻ വരും. ഇതാണ് തിരുമന്ത്രത്തിൻ്റെ പ്രത്യേകത. തിരുമന്ത്രം കേൾക്കുമ്പോൾ എത്ര യുക്തിവാദിയാണെങ്കിലും അയാളുടെ മനസ്സിലേക്ക് ശിവബോധം, അതാണ് ശിവാവബോധം
വന്നു നിറയും. ശിവം എന്ന് വെച്ചാൽ അൻപേ ശിവം, സ്നേഹം കൊണ്ട് പ്രേമം കൊണ്ട് അയാളുടെ ഹൃദയം ശിവഹൃദയമായി മാറും. എന്തിനാണ് ഈ ശിവഹൃദയം ഉണ്ടാക്കുന്നത്? ശിവഹൃദയം എന്ന് വെച്ചാൽ ലോകത്തെ മുഴുവനും സ്നേഹിക്കാനുള്ള കഴിവ് നേടുക എന്നുള്ളതാണ്. അതാണ് ശിവബോധത്തിൻ്റെ ഏറ്റവും വലിയ സവിശേഷത. അൻപേ ശിവം, സ്നേഹം തന്നെയാണ് ശിവൻ. ഇതാണ് ഇവിടെ പറയുന്നത്. ഇത് തന്നെയാണ് ഹരിനാമകീർത്തനത്തിൽ എഴുത്തച്ഛൻ പറയുന്നതാണ് കേട്ടോ. നമുക്കതിലൊന്ന് നോക്കാം. ഇതാ നോക്കൂ. ഈ വന്ന മോഹം അകലെപ്പോവതിന് പുനരീവണ്ണമുള്ളൊരു ഉപദേശങ്ങൾ കേൾക്കുക. ജീവന് കൃഷ്ണ ഹരി ഗോവിന്ദം രാമ എന്ന് നിരന്തരം ചൊല്ലാനാണ് പറയുന്നത്. അതായത് പ്രാർത്ഥനയിലൂടെ തന്നെ ശിവത്വത്തിലേക്ക് എത്തിച്ചേരാൻ കഴിയും. ഈ വന്ന മോഹം അകലെപ്പോവതിന് പുനരീവണ്ണമുള്ളൊരു ഉപദേശങ്ങൾ ഉലകിൽ കേൾക്ക. ജീവന് കൃഷ്ണഹരി ഗോവിന്ദ രാമ, തിരുനാമങ്ങൾ ഒന്നൊഴികെ നാരായണായ നമ എന്നാണ് ഇവിടെ എഴുത്തച്ഛൻ ഈ ഹരിനാമകീർത്തനത്തിൽ പാടുന്നത്. ഹരിനാമകീർത്തനം മുഴുവനും ഈ അനുഭവം തന്നെയാണ്.